Alright. ഹലോ ഗാഥ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടും ഡിലേയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അറിയാം കുറച്ച് ഡിലേ വന്നു പോയി. എന്തോ ആണെങ്കിലും നമുക്ക് ഉള്ള ടൈമിൽ മാക്സിമം കവർ ചെയ്യാം. നമ്മളിപ്പോ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? നമ്മൾ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, അല്ലെ? മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതിൽ വന്നിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. യൂണിഫോം മോഷൻ, യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം വെലോസിറ്റി, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കി, അല്ലെ? ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അല്ലെ കൈൻമാറ്റിക് ഇക്വേഷൻസ്. ക്വാഡ്രാറ്റിക് അല്ല, കൈൻമാറ്റിക് ഇക്വേഷൻസ്. പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്, 11th പഠിച്ചതാണ്. ഓക്കെ, കൈൻമാറ്റിക് ഇക്വേഷൻസ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്, അതെന്തൊക്കെ എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം, യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിൽ നമ്മൾ പഠിച്ച കാര്യം ആക്സിലറേഷൻ എന്തായിരുന്നു? ആക്സിലറേഷൻ 0 ആയിരുന്നു യൂണിഫോം മോഷനിൽ, അല്ലെ? ഓക്കെ, ഇത്തരം യൂണിഫോം മോഷന്റെ കേസ് വരും. ഇൻ കേസ് ക്വസ്റ്റനിൽ തരികയാണ് ദി അബവ് ദി മെൻഷൻഡ് ബോഡി ഈസ് റണ്ണിങ് ഇൻ എ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ ഇൻ എ 0 ആക്സിലറേഷൻ, അങ്ങനെ തരികയാണ് എന്നുണ്ടെങ്കിൽ ഒത്തിരി ഇക്വേഷൻസ് ഒന്നും ആലോചിക്കേണ്ട. ഡയറക്റ്റ് നമ്മളെ അറിയാവുന്ന വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു v into t. നമുക്കറിയാവുന്ന ആ ഒരു ബേസ് ഇക്വേഷൻ അല്ലേ, അത് മാത്രം അങ്ങ് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഇത് തന്നെ അങ്ങ് എഴുതി വെച്ചിരുന്നാൽ മതി. എന്ത്? യൂണിഫോം മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നോക്കണം എന്തെങ്കിലും ഇക്വേഷൻസോ കാര്യങ്ങളോ അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണോ വന്നേക്കുന്നതെന്ന്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ദി ഇക്വേഷൻ ദാറ്റ് വി നീഡ് ടു യൂസ് മൈറ്റ് ബി v is equal to s by t. വേറെ ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ടൈമിൽ ആലോചിക്കേണ്ട. ഇതിന് മാത്രം നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത കേസ് യൂണിഫോം ആക്സിലറേഷൻ. ക്വസ്റ്റ്യനിൽ വരികയാണ്, യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ഇങ്ങനെ മൂവ് ചെയ്തു എങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നോ, അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്താണോ, അല്ലെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എങ്ങനെയാണെന്നോ, ഡിഫറൻസ് എന്താണെന്നോ, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റൻ ആയിരിക്കും. ഒറ്റ കാര്യം ഓർക്കുക, ഈ ഒരു ടേം യൂണിഫോം ആക്സിലറേഷൻ എന്നൊരു ടേം അതിൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഓക്കെ, കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം യൂണിഫോം ആക്സിലറേഷൻ. അപ്പൊ അവിടെ എന്തായിരിക്കും? അവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് വന്നിട്ട് നമുക്കറിയാം v is equal to u plus at. നമ്മുടെ ബേസിക് ഇക്വേഷൻ ആണ്. ഫൈനൽ വെലോസിറ്റി is equal to ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ടു ടൈം. ഓക്കെ, ബേസിക് ഇക്വേഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതേപോലെ അടുത്തത് s is equal to ut plus half at square. ഇത് പ്ലസ് ആട്ടോ. s is equal to ut plus half at square നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള അടുത്തൊരു ഇക്വേഷൻ ആണ്. നമുക്ക് അത് അവിടെ യൂസ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. v square is equal to u square plus 2as. ഓക്കെ, v square is equal to u square plus 2as. നോക്കിയാണെങ്കിൽ മെജോറിറ്റി കേസിലും ചിലപ്പോൾ ഇവിടെ വന്നിട്ട് അവരെന്താ പറയുക, ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നൊക്കെ പറയും. അപ്പൊ അത്തരം കേസിൽ v square is equal to 2as എന്നൊക്കെ പറഞ്ഞ് കൺസിഡർ ചെയ്താൽ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആവറേജ് വെലോസിറ്റി തരുന്നെങ്കിലോ, v ആവറേജ് ആണ് തരുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സിലാണെന്ന് തോന്നി, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, അതിൽ പറഞ്ഞായിരുന്നു ആവറേജ് വെലോസിറ്റി കാണാൻ നമ്മളൊരു v plus u by 2 എന്നൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോടാ? നമ്മൾ v plus u by 2 എന്നൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഇനി ചില കേസിൽ ഇപ്പൊ നമുക്കറിയാം s is equal to, നമ്മൾ ഇവിടെ എഴുതിയായിരുന്നു s is equal to v into t. അതേപോലെ തന്നെ s is equal to v average into t എന്ന് നമ്മൾ പറയും. ഇനി ഈ സാധനം തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ നോക്കാമല്ലോ. s is equal to v എത്ര നമുക്കറിയാം, v plus u by 2 ആണെന്ന് അറിയാം. ഇൻറ്റു t കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? s കിട്ടും. നമുക്ക് അങ്ങനെ കൊടുത്താലും എസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ഇനി അത് മാത്രമല്ല വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഞാൻ ആ സാധനങ്ങൾ ഇങ്ങനെ താഴോട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ, ഓർത്തോണേ. ഒന്നാമത്തെ ഒന്നുമില്ല, അത്ര തന്നെ. യൂണിഫോം മോഷനിൽ v is equal to s by t. വേറെ പ്രത്യേകത ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് യൂണിഫോം ആക്സിലറേഷൻ, ഇവിടെ വന്നിട്ട് എന്തായിരുന്നു? ആക്സിലറേഷൻ വേരിയബിൾ പറയാണോ എന്താന്ന് പറഞ്ഞു തരാം, ഇപ്പൊ നോക്കണ്ട. നമ്മളിപ്പോ എന്ത് ഫോക്കസ് ചെയ്യുന്നേ? നമ്മളിപ്പം ഈ സാധനമാണ്, യൂണിഫോം ആക്സിലറേഷൻ ആണ്. അതിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു, എന്തൊക്കെ കണ്ടുപിടിച്ചു? ആദ്യം v is equal to u plus at അറിയാം, s is equal to ut plus half at square അറിയാം, v square is equal to u square plus 2as അറിയാം. അതേപോലെ v ആവറേജ് തന്നാൽ v plus u by 2 ആണെന്ന് അറിയാം. ഇനി എസും ഡിസ്പ്ലേസ്മെന്റും v ആവറേജും കൂടെ കണക്ട് ചെയ്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ s is equal to v plus u by t into t എന്ന ഇക്വേഷൻ കൊടുക്കാമെന്ന് നമുക്ക് മനസ്സിലായി, അല്ലയോടാ? ഓക്കെ, ഇനി അവിടെ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പ്രോബ്ലം, ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. Sn is equal to u plus a by 2 into 2n minus 1.
2n minus 1. Sn is equal to u plus a by 2 into 2n minus 1. അതെന്താണ്? അത് nth സെക്കൻഡിലെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ്. nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്? Sn is equal to u എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി, u plus a by 2 into 2n minus 1. ഓർത്തോണേ ഇതൊരു ഇമ്പോർട്ടന്റ് സാധന. ഡീറ്റെയിൽ ആയിട്ട് അല്പം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സംഭവം, ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് തൊട്ടടുത്ത സ്ലൈഡുകളിലായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ഇത്രയും മാത്രം ഓർക്കുക. യൂണിഫോം ആക്സിലറേഷൻ ആണ് തന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ധൈര്യപൂർവ്വം v is equal to u plus at യൂസ് ചെയ്യാം, s is equal to ut plus half at square യൂസ് ചെയ്യാം, v square is equal to u square plus 2as യൂസ് ചെയ്യാം, v average is equal to v plus u by 2 യൂസ് ചെയ്യാം. അതേപോലെ തന്നെ s is equal to v plus u by 2 into t. ഒപ്പം നമ്മുടെ മാസ്റ്റർ പീസ് ആയ Sn is equal to u plus a by 2 into 2n minus 1 നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മൂന്നാമത്തെ പരിപാടി. ഓക്കെ, മൂന്നാമത്തെ സാധനം എന്ത്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വേരിയബിൾ. അതെന്താണ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വേരിയബിൾ? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആക്സിലറേഷന്റെ കൂടെ എന്തെങ്കിലും ഒരു വേരിയബിൾ ആയിരിക്കും തരുന്നത്. ഇപ്പം a is equal to 5 into t, അല്ലെങ്കിൽ a is equal to 3 into x, അല്ലെങ്കിൽ a is equal to 5 v square, അല്ലെങ്കിൽ a is equal to 17 v square. ഇതൊക്കെ എന്താ? ഇതൊക്കെ എല്ലാത്തിലും നമുക്ക് കാണാം ആക്സിലറേഷൻ ഇവിടെ തന്നെ ഉണ്ട്, അല്ലെ? എല്ലാത്തിലും ആക്സിലറേഷൻ ഉണ്ട്, മാറ്റമൊന്നുമില്ല. LHS ആക്സിലറേഷൻ ഉണ്ട്. പക്ഷെ RHS വേരിയബിൾ ഡിഫറെന്റ്. ഇവിടെ t വന്നു, ഇവിടെ എക്സ് വന്നു, ഇവിടെ വി വന്നു, ഇവിടെ ടൈം വന്നു, ഇവിടെ ഡിസ്റ്റൻസ് വന്നു, ഇവിടെ വെലോസിറ്റി വന്നു, ഇവിടെ വെലോസിറ്റി വന്നു. അങ്ങനെ വേരിയബിൾസ് കീപ്സ് ഓൺ ചേഞ്ചിങ്. RHS അല്ലെങ്കിൽ LHS വരുന്ന വേരിയബിൾ മാറിക്കൊണ്ടിരിക്കും, ബട്ട് ആക്സിലറേഷൻ എന്തായാലും കാണും. മനസ്സിലായോ? അത്തരം സാധനത്തെയാണ് ഞാൻ ഇവിടെ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വേരിയബിൾ എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരിക. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ്? വേരിയബിൾ മാറിക്കൊണ്ടേ ഇരിക്കുക. ആക്സിലറേഷൻ വെച്ച് തന്നെ നമുക്ക് കാണണ്ടേ, പക്ഷെ വേരിയബിൾ മാറിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഒന്നാമത്തെ കാറ്റഗറിയിലെ ഈ പറഞ്ഞ കാറ്റഗറിയിലെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് രണ്ടും അല്ല യൂസ് ചെയ്യേണ്ടേ. അത്തരം കേസുകളിൽ നമ്മൾ മറ്റേ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ നമ്മൾ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, പഠിച്ച് ഓർക്കുന്നില്ലേ? അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോടാ? ഞാൻ പറഞ്ഞായിരുന്നു, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗത വാട്സപ്പ് ചെയ്താൽ മതി. ഇത് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നോട്ട്സും പ്രിപ്പയർ ചെയ്ത് പോകണം. ഞാനിത് യൂട്യൂബ് ലിങ്കിൽ അയച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഓരോന്നും പോസ് ചെയ്യാം. എവിടെ ഡൗട്ട് തോന്നുന്നു അവിടെ പോസ് ചെയ്യാം, നോട്ട്സ് എഴുതാം, നോക്കി നോട്ട്സും കാര്യങ്ങളും എഴുതാം. അപ്പൊ ടൈമും വേസ്റ്റ് ആവുന്നില്ല, പ്രോബ്ലംസും അതേപോലെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. നോക്കട്ടെ, വെക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇഫ് ടൈം പെർമിറ്റ്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഞാൻ നേരത്തെ തന്നെ ഞാൻ പറയില്ലേ മറ്റേ വാട്സപ്പിൽ അയച്ചു തരാം. വാട്സപ്പിൽ നമുക്ക് ടച്ച് കളറിലൊക്കെ എഴുതാം. ഒക്കെ തന്നെയും വാട്സപ്പിൽ അയച്ചു തരാം, ക്വസ്റ്റ്യൻസ് അയച്ചു തരാം. പ്രോബ്ലംസ് വന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ലൈവ് എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ശരി. ഇനിയും എല്ലാം തന്നെയും ഈ ഫോർമാറ്റിലായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിൾ സാർ പറഞ്ഞു എന്ന് തോന്നുന്നു, അല്ല ഞാൻ തന്നെ പറഞ്ഞല്ലേ. ഓക്കെ, എല്ലാം തന്നെയും ഇങ്ങനെയല്ല. നമുക്ക് ഹോപ്പ്ഫുള്ളി ഞാൻ പറഞ്ഞായിരുന്നു, എന്റെ ഫോൺ ഇപ്പം കേടായിട്ടിരിക്കുക, ഇവിടെ അല്ല ട്രിവാൻഡ്രത്തിരിക്കുക സാധനം, കടയിൽ സാംസങ്ങിന്റെ സർവീസ് സെന്ററിലാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും വേഗം നമുക്ക് ലൈവ് ക്ലാസ്സുകൾ സൂമിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത്രയും ദിവസം നമുക്ക് ഇങ്ങനെ തന്നെ യൂട്യൂബിൽ ഞാൻ ലിങ്ക് അപ്ലോഡ് ചെയ്യും. അത് കയറി കണ്ട് നമുക്ക് ഇങ്ങനെ ഈ സെക്ഷനിൽ തന്നെ അങ്ങ് പോകാം. ഓക്കെ, ഇത് ഞാൻ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി കൂട്ടി. നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച സാധനങ്ങളാണ്. ഓക്കെ, ആ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷനും നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം പറഞ്ഞു തരാം. ഒന്നാമത്, ഇപ്പം v is equal to dx by dt, അങ്ങനെ ഒരു ഫോർമാറ്റില്ല. വെലോസിറ്റി ആണ് തന്നത്, അറിയാം. വെലോസിറ്റി തന്നാൽ ആക്സിലറേഷനിലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടേ? വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ dx is equal to v into dt എന്ന് എഴുതാം. ഇനി ഇത് തിരിച്ചാ പോകണ്ടെങ്കിൽ ബാക്കിലോട്ട് പോകുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, ചെയ്യേണ്ട ഒന്നുമില്ല, ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എനിക്കറിയാം ആക്സിലറേഷനായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, കണക്ട് ചെയ്യുമ്പോൾ ഓർത്തോണം, ഇവിടെ കൊടുക്കേണ്ടത് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് ഇവിടെ x അല്ലേ, അപ്പം x1 to x2 ആയിരിക്കും. ഇത് t അല്ലേ,
T1 to T2 ആയിരിക്കും. ഇതിവിടെ പറയേണ്ട കാര്യമില്ല, എനിക്കറിയാം. കാരണം ഡിസ്റ്റൻസിന് ഇന്റഗ്രേറ്റ് ചെയ്തതാണ് ആക്സലറേഷൻ അല്ല കിട്ടാൻ പോകുന്നത്. സാർ ഇവിടെ എന്തിനാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് മാത്രം, എവിടെയെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്നെങ്കിലോ ആ ഒരു ഇന്റൻഷനോട് കൂടി ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പൊ രണ്ടാമത്തെ A is equal to dv by dt. നമുക്കറിയാം വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. A is equal to dv by dt. അതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? dv is equal to a into dt എന്ന് എഴുതാം. dv is equal to a into dt എന്ന് എഴുതാം. ഒന്നുകൂടെ ആ സാധനം എഴുതാം. dv is equal to a into dt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിനെ വേണം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനാ? dv is equal to integral a dot dt. അപ്പൊ ലിമിറ്റ് എവിടെ കൊടുക്കണം? ഇത് v അല്ലേ, അപ്പം v1 to v2. ഇവിടെ എത്ര? a1 to a2 എന്നല്ലേ? എന്നല്ല, അങ്ങനല്ല കൊടുക്കണ്ടേ. ഇവിടെ എന്താണ്? t1 to t2. t1 to t2 ആയിരിക്കും ലിമിറ്റ് വരുന്നത്. അങ്ങനെ കൊടുക്കുക. ഇനി അതേപോലെ വേറൊരു കാറ്റഗറി ഞാൻ പറയാം. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ വന്നിട്ട് നമുക്കറിയാം a is equal to എന്താണ് ഞാൻ പറഞ്ഞത്? a is equal to dv by dt ആണെന്നറിയാം. എങ്ങനെയെങ്കിലും ഒറ്റയടിക്ക് നമുക്ക് ഒരു പക്ഷേ വേറൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുപോകണമായിരിക്കും. എന്ത് ഫോർമാറ്റ് പറഞ്ഞു തരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വേറൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും, അതായത് ഇതിൽ നമുക്ക് എക്സിന്റെ കോമ്പൗണ്ടിനെ കൊണ്ടുവരണം. ഇപ്പൊ അറിയാം നമുക്ക് ഒരിക്കലും a dx എന്നൊക്കെ പറഞ്ഞ ടേം ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അതായത് എത്രയുള്ള കാര്യം, എക്സ് എന്ന് വെച്ചാൽ അങ്ങനെ ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ എനിക്ക് ആക്സിലറേഷൻ വേണം താനും അതിനെ ഡി എക്സിന്റെ ടേമിൽ എനിക്ക് എഴുതാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്നതിൽ ഇങ്ങനത്തെയൊക്കെ കോൺസെപ്റ്റ് ആവശ്യം വരും. ഏത് എയും ഡി എക്സും ഒക്കെ ഉള്ള ടൈപ്പ് ഇക്വേഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഇത്തരം സാഹചര്യം വേറെ ഒന്നും ആലോചിക്കേണ്ട. എ ഇസ് ഈക്വൽ ടു, ഒന്നുകൂടെ ഞാനത് മാറ്റി എഴുതുക. ഓക്കെ, അത്തരം സാഹചര്യത്തിൽ ഇതാണ് a is equal to, ഞാനിപ്പോ പറഞ്ഞ തന്നെ a is equal to dv by dt. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ഞാൻ ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ, മേളിലും താഴെയും dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ പറഞ്ഞേ? മേളിലും താഴെയും dx കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ വരുമ്പം ഈ സാധനം ശ്രദ്ധിച്ചേ, സോറി, കാണാവോ dx by dt. അതെന്താ? dx by dt. dx by dt എന്ന് വെച്ചാൽ എന്താണ്? dx by dt എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വെലോസിറ്റി ആണ്. dx by dt എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? a is equal to വെലോസിറ്റി ഇൻറ്റു dv by, ബാക്കിയുള്ളത് തന്നെ dx, ബാക്കിയുള്ളത് dx ഇവിടെ, dv ഇവിടെ, dv by dx. നമുക്ക് എന്തെന്ന് കിട്ടി? a is equal to v into dv by dx എന്ന് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? അല്ലെങ്കിൽ വേണ്ട, ഈ dx നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. a into dx is equal to v into dv. കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംഭവം കിട്ടിയില്ലേ? a into ആക്സിലറേഷൻ വന്നു, dxന്റെ ടേമിൽ നമുക്ക് എഴുതാൻ പറ്റി. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? ഇനി ഇതിനെ തന്നെ നമുക്ക് ഇന്റഗ്രേറ്റ് വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം? a dx is equal to v dv. എങ്ങനെ? a1 to a2 അല്ല, x1 to x2, v1 to v2. ഇത് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേട്ടെ, ചിലപ്പം എന്താ പറയാ, ഒരു ബോഡി തന്നു, ആ ബോഡി വന്നിട്ട് ഇത്ര കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ആക്സിലറേഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 3 to 4 അങ്ങനെ എന്തെങ്കിലും തരും. എന്നിട്ട് അതിനെ എങ്ങനെ വെലോസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ചോദിക്കും. ആ സമയത്ത് ലിമിറ്റ് നമ്മൾ ഇതായിട്ട് യൂസ് ചെയ്യണം. എന്നിട്ട് ആക്സിലറേഷൻ എത്ര ആണെന്ന് നമ്മൾ കൊടുക്കണം, എങ്ങോട്ടേക്ക് കൊടുക്കണം, ഇത്തരം പ്രോബ്ലത്തിലേക്ക് കൊടുക്കണം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കണം ആ ഒരു ഓപ്ഷൻ പോസിബിൾ ആണോ അല്ലയോ എന്ന്. അങ്ങനെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെയും കണക്ട് ചെയ്താണ് നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു സംഭവം, പ്രോബ്ലം ഒക്കെ തന്നെയും കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ എല്ലാം വ്യക്തമാക്കി തരാം. നമ്മൾ 3 കാര്യങ്ങളായി ഇവിടെ പഠിച്ചേ: യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ, വേരിയബിൾ. എനിക്കറിയാം ഇതെല്ലാം കൂടെ എഴുതി കുളവായി, കുഴപ്പമില്ല. അതേപോലെ തന്നെ നീ കേട്ട് ഹൃദ്യസ്ഥമാക്കണം. ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നരുത്. എപ്പോഴും കാണാപ്പാടായിട്ടും കണ്ട് പഠിച്ചോണം. ഇതെല്ലാം കൈനമാറ്റിക് ഇക്വേഷൻസ് എന്നാ പറയുന്നത്. അതിൽ യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. അവിടെ ആകെപ്പാടെ v is equal to s by t, velocity is equal to displacement by time എന്ന ഇക്വേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. വേറൊന്നും അവിടെ യൂസ് ചെയ്യാനായിട്ടില്ല. ഇനി മറ്റേ കേസിൽ എന്താണ്? ഓക്കെ, മറ്റേ കേസിൽ വന്നിട്ട് യൂണിഫോം ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 1, 2, 3, 4, 5, 6 ഇക്വേഷൻസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഒന്നാമത്തെ ഈ ഒരു
ആദ്യത്തെ 4 നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ കേട്ട് കേട്ട് ഫെമിലിയർ ആയിട്ടുള്ളത്. If I'm not mistaken, 8th തൊട്ടേ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. V is equal to U plus 8, S is equal to UT plus half 80 square, V square is equal to U square plus 2AS, V average is equal to V plus U by T. അല്ല ഇത് ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. ആദ്യത്തെ 3 ഇക്വേഷൻസ്, ആദ്യത്തെ ഫസ്റ്റ് 3 ഇക്വേഷൻസ് വന്നിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് 1, 2, 3. ഇത് നമ്മൾ ഈ ഇടയ്ക്ക് 11th ആയപ്പോൾ പഠിച്ചാന്ന് തോന്നുന്നു. V average, V plus U by T. ഇനി V average S കൂടെ കണക്ട് ചെയ്ത് S is equal to V plus U by T into T യും, അതേപോലെ നമ്മുടെ കിട്ടുന്ന ഇക്വേഷൻ ആയ Sn is equal to U plus A by 2 into 2n minus 1. ഈ ഒരു ഇക്വേഷൻ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാം. ഈ എൻ എന്നൊക്കെ വെച്ചാൽ എന്താണ്? nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ്. nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവയൊക്കെ തന്നെയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്, ആക്സിലറേഷൻ ആസ് എ വേരിയബിൾ അതിലേക്ക് പോയി. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു രീതിയിലൊക്കെ തന്നെയും ആക്സിലറേഷന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കയറി വരാം. ആ സമയത്ത് ഒരിക്കലും നമ്മൾ യൂണിഫോം മോഷന്റെയോ അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു പക്ഷേ അത് യൂസ് ചെയ്യേണ്ടി വന്നേക്കാം, സാഹചര്യങ്ങൾ ഡിഫറെന്റ്, നമുക്ക് നോക്കാം. പക്ഷേ ജനറൽ കേസിലും മെജോറിറ്റി കേസിലും ഈ 2 ഇക്വേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മറിച്ച് ഇത്തരം കാറ്റഗറി ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഇക്വേഷൻസ് വേണം റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ. അതിൽ ഓരോന്നും നമ്മൾ പറഞ്ഞു, A is equal to V by T യും, അതേപോലെ എന്നാ dv is equal to A into dt അതും, പിന്നെ അതേപോലെ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നായിരുന്നു. മനസ്സിലായല്ലോടാ? ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങൾ. ഇനി തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഈ ഒരു ഇക്വേഷൻ ഇതെന്താണ്, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺസെപ്റ്റ് ഇന്ന് പഠിപ്പിച്ച കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യാം. എന്തുകൊണ്ട് ഞാൻ ഇത്രയും ടൈം ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ, അതായത് എന്താണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, എന്തുകൊണ്ട് ഇത്രയും ടൈം ഞാൻ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാംസ് നോക്കിയാൽ അറിയാം. ഇതിനല്ല ഞാൻ പറഞ്ഞത്, തൊട്ടടുത്ത ചാപ്റ്റർ ആയ മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത് നീറ്റ് എക്സാമിന് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. മോഷൻ ഇൻ എ പ്ലെയിൻ അത് ഇതിന് അത്യാവശ്യം മെജോറിറ്റി ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു ഗോകുൽ സാർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, മെജോറിറ്റി കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മോഷൻ ഇൻ എ പ്ലെയിൻ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ അറിയണം? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം യൂണിഫോം മോഷനും ആക്സിലറേഷനും ഇക്വേഷനും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പെക്യൂലിയാരിറ്റീസ് എന്താണ്, അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഏത് ചാപ്റ്ററിൽ? ഈ ഒരു ചാപ്റ്ററിൽ. അതൊക്കെ പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാര്യം എന്ത് എന്ന് മനസ്സിലാക്കുന്നത്. ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ചാപ്റ്റർ നോക്കിയാൽ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് തന്നെ സ്ട്രെയിറ്റ് ലൈനും പ്ലെയിനും പഠിപ്പിച്ചു പോകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇപ്പൊ തന്നെ ഗോകുൽ സാർ ഇപ്പം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാ. അപ്പം 11th പോർഷനാണ് നമ്മൾ നോക്കുന്നത്. 11th പോർഷൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഗോകുൽ സാർ വന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങോട്ടും, ഞാൻ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുമാണ് പോർഷൻസ് എടുത്ത് പോകുന്നത്. മൊത്തം 14 ചാപ്റ്ററാ. ഓക്കെ. അതിൽ തന്നെ ഗോകുൽ സാറിന്റെ കുറച്ചുകൂടെ ചില ടോപ്പിക്കുകൾ എനിക്ക് തോന്നുന്നു സാർ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന്, അത്ര നീറ്റ് സ്പെസിഫിക് അല്ല, ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ട് സാർ വളരെ പെട്ടെന്ന് കോൺസെപ്റ്റ് തിയറി മാത്രം പറഞ്ഞിട്ട് അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ ഇത് കുറച്ചുകൂടെ നീറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതിൽ നിന്ന് കുറച്ചുകൂടെ കോൺസെപ്റ്റ് നല്ല വൃത്തിക്ക് മനസ്സിലാക്കി മാത്രമേ നിനക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒരല്പം പതുക്കെ ഞാൻ പോകുന്നത്. കാരണം എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. 12th വന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 12th വന്നിട്ട് നമ്മൾ ഒരുവിധം നോക്കിയതാണ്. ഞാൻ എഗെയിൻ പറയുന്നു, ഓരോ ചാപ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ നീ മാറി മാറി ആവർത്തിച്ച് നോക്കണം. ഇക്വേഷൻസ്, ചാപ്റ്റർ അല്ല, ഓരോ ഇക്വേഷൻസും. ഓക്കെ, അത് മറന്നു പോകരുത്. ഇപ്പം 12th കുറെ കോൺസെപ്റ്റ്സും പ്രോബ്ലംസും നിനക്ക് മൈൻഡിലുണ്ട്. ആ മൈൻഡിൽ നിന്ന് അതെടുത്ത് കളയരുത്. അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്കിൽ മാത്രമേ അത് മനസ്സിൽ നിന്ന് പോകാതെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് 12th ഒരുവിധം പെട്ടെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ആണെങ്കിലും പെട്ടെന്ന് ഈ ഒരു സംഭവം തീർക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, 12th നീ തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഈ 11th ഞങ്ങൾ തീർത്തതിന് ശേഷം ഞങ്ങൾ ഇതിലേക്ക് വരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഗൂഗിൾ സാർ പെട്ടെന്ന് കവർ ചെയ്ത് എൻ്റെ അടുത്തോട്ട് വരുമായിരിക്കും. 7th കൊണ്ട് ഞങ്ങൾ മീറ്റ് ചെയ്യത്തില്ല. ഞാൻ ഇങ്ങോട്ടേക്കും ഗോകുൽ സാർ വന്ന് ഏതെങ്കിലും ഒരു കോമൺ ജംഗ്ഷനിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അത് തീർത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും? ഡയറക്റ്റ് താണ്ടെ അവിടെ നിന്ന് വന്നിട്ട് +2 വരും. അപ്പൊ +2 വരുന്ന സമയത്ത് ഇക്വേഷൻസ് എല്ലാം തന്നെയും നീ ബൈഹാർട്ട് ആയിരിക്കണം. ബൈഹാർട്ട് ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് കൂടുതൽ ഞങ്ങൾക്ക് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ
സോൾവ് ചെയ്യാൻ പറ്റും. മെയ് 5 മറ്റോ അല്ല എക്സാം. അതിന് മുമ്പായിട്ട് ഒരുവിധം പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും തീർക്കാൻ പറ്റും. ഓക്കെ അല്ലേടാ? മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.